ലോകാവസാനത്തിന്റെ മുമ്പ് വിശ്വാസികൾക്ക് കൂടുതൽ ഒരുങ്ങാനും അല്ലാത്തവർക്ക് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ചില ലക്ഷണങ്ങൾ, അടയാളങ്ങൾ, അത് നേരത്തെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു നൽകിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാരുണ്ട്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവും ആ വരവിനോടനുബന്ധിച്ചുണ്ടാകുന്ന സമാധാന അന്തരീക്ഷവും ഐശ്വര്യപൂർണമായ ജീവിതവും ഹദീസിന്റെ വെളിച്ചത്തിൽ തന്നെ വിശദമാക്കി എഴുതി പഠിപ്പിച്ച ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്. കൂട്ടത്തിൽ ഒരു മഹാനാണ് ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് ആ വിഷയത്തിൽ തന്നെ ഒരു രചനയുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഇമാം മഹ്ദി റളിയല്ലാഹുവിനെ കുറിച്ച് മാത്രം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതുപോലെ ധാരാളം പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിലും മറ്റു മഹാന്മാർ അവരുടെ കിതാബുകളിലും കൊണ്ടുവന്നതിൽ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, ഇന്ന സഅത ലാ തകൂനു ഹത്താ തകൂന അശ്റു ആയാത്. 10 അടയാളങ്ങൾ സംഭവിക്കുന്നത് വരെ ലോകാവസാനം നടക്കുകയില്ല. ആ 10 വലിയ അടയാളങ്ങളാണ്. അതിൽ ആദ്യമായി ഉണ്ടാകുന്നത്, നടക്കാൻ പോകുന്നത് ദജ്ജാലിന്റെ ആഗമനമാണെങ്കിലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് വലിയ സമാധാനപൂർണമായ രീതിയിൽ ലോകത്ത് ഭരണം നടത്തുന്ന വലിയ ഇമാമാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ വരവും മഹാനവറുകളുടെ വരവും 10 അടയാളങ്ങളിൽ പെട്ടതല്ലെങ്കിലും അതിനോട് ചേർത്ത് പഠിക്കേണ്ട, പറയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ആ 10 ഈ വിഷയമില്ല. ഇത് അതിനോടനുബന്ധമായി നമ്മുടെ ചർച്ചയിൽ പ്രധാനമായും കടന്നു വരുന്ന ഒരു വിഷയമായതുകൊണ്ട് അതുകൂടി നാം തെരഞ്ഞെടുത്തു. 10 പറ്റി പറഞ്ഞ ഹദീസിൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത്, നമ്മൾ അതിന്റെ ചർച്ച അവസാനത്തേക്ക് വെച്ചിട്ടുണ്ട്. വിഷയം ഖസ്ഫുൻ ബിൽ മശ്രിഖ് വഖസ്ഫുൻ ബിൽ മഗ്രിബി വഖസ്ഫുൻ ഫീ ജസീറത്തിൽ അറബ്. ഒന്ന്, കിഴക്ക് ഭാഗത്ത് ഭൂമി വിഴുങ്ങുന്ന ഒരു മഹാസംഭവം. അത് ചെറിയ വിഴുങ്ങലൊന്നും അല്ല. രൂപഭാവങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് വിഷയം വരുമ്പോൾ പറയും. രണ്ടാമത്തെ ഒന്ന് ഖസ്ഫുൻ ബിൽ മഗ്രിബ്, പാശ്ചാത്യൻ ഭാഗത്ത് നടക്കുന്ന ഒരു ഭൂമി വിഴുങ്ങൽ. മൂന്നാമത്തത് വഖസ്ഫുൻ ഫീ ജസീറത്തിൽ അറബ്, ജസീറത്തുൽ അറബ് എന്ന് പറയുന്ന സ്ഥലത്ത്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇൻഷാ അല്ലാഹ് വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയും. അവിടെയും ഒരു ഭൂമി വിഴുങ്ങലുണ്ട്. മറ്റൊന്ന് നാലാമതായി എണ്ണി ദുഖാൻ. ദുഖാൻ എന്നതിനെ സംബന്ധിച്ച് വിവിധ വീക്ഷണങ്ങളുണ്ട്. ദുഖാൻ എന്നതിന് നമ്മൾ അർത്ഥം വെക്കും പുക എന്ന്. ലോകമാസകലം ആ
അടയാളം വെളിവാകുന്ന രൂപത്തിൽ ഒരു വൻ തീപ്പുക പ്രത്യക്ഷപ്പെട്ടു. ആ ലക്ഷണങ്ങളൊക്കെ കാണുന്ന നേരത്ത് വിശ്വാസികളൊക്കെ അവരുടെ അഭയകേന്ദ്രങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്നടക്കം ആളുകൾ ഇവിടെ എവിടെയും താമസിക്കാതെ അഭയകേന്ദ്രങ്ങളിലേക്ക് പോകും. ഇപ്പൊ എത്ര ആളുകൾ പുകമലിനീകരണ പ്രശ്നം കൊണ്ട് ഡൽഹിയിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് മാറുന്നു. അത് കുറച്ചു കാലം കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ മാറിയാൽ തിരിച്ചങ്ങോട്ട് പോകും എന്ന നിലക്കാണ്. ഇത് അത്തരത്തിലുള്ള ദുഃഖാനല്ല, ലോകം ഇതുവരെ ദർശിക്കാത്ത രീതിയിലുള്ളതാണ്. മറ്റൊന്ന് ആ ഹദീസിൽ എണ്ണിയത് ദജ്ജാലിന്റെ വരവും തുടർന്നുള്ള കാര്യങ്ങൾ. ദാബത്തുൽ അർള് എന്ന അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം, ഒരു ജീവി അത് ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു. മറ്റൊന്ന് യഅ്ജൂജ് മഅ്ജൂജ്, രണ്ട് വലിയ സമൂഹം. പിന്നെ ഹദീസിൽ എണ്ണിയത് തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, മഗ്രിബിൽ നിന്ന് സൂര്യോദയം, പടിഞ്ഞാറിൽ നിന്ന്. അതിൽ അവസാനമായി എണ്ണിയ കൂട്ടത്തിൽ പറഞ്ഞു വനാറുൻ തഖ്റുജു മിൻ ഖുറത്തി അദനിൻ തർഹലുൻ നാസ്, ജനങ്ങളെ മുഴുവനും അവരവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് ഇറക്കിവിടുന്ന തരത്തിൽ ഒരു വലിയ തീ പ്രത്യക്ഷപ്പെട്ടു. പത്താമതായി എണ്ണിയപ്പോൾ ബഹുമാനപ്പെട്ട നുസൂലു ഈസ ബിൻ മറിയം അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനത്തെ സംബന്ധിച്ചും അതിൽ എണ്ണിയിട്ടുണ്ട്. അത് തർത്തീബ് അനുസരിച്ചല്ല, തർത്തീബ് അനുസരിച്ച് മഹാന്മാർ പറഞ്ഞു. അത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു, ഹദീസിൽ ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിലും ഇതിനെല്ലാം മുന്നോടിയായിട്ട് കാലം പ്രതീക്ഷിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനം. അതിനുശേഷമാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവും അതുപോലെ തന്നെ ദജ്ജാലിന്റെ പുറപ്പാടുമൊക്കെ. ദജ്ജാലൊക്കെ വരുന്നതിന്റെ മുമ്പാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനം. എപ്പോഴാണ് അതിന്റെ സന്ദർഭം എന്നൊക്കെ കൃത്യമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു കാര്യം കൂടി നാം ഓർക്കേണ്ടത്, ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആമുഖമായ ഒരു കാര്യം പറയണം. ഇതിനൊക്കെ നടക്കാത്തൊരു കഥകളായി, വിഷയങ്ങളായി ചിത്രീകരിക്കുന്ന കുറച്ച് അല്പജ്ഞാനികളുണ്ട്. നമ്മുടെ കൂട്ടത്തിലല്ല, ശ്രോതാക്കളിൽ പലരും ഉണ്ടാകുമല്ലോ. അതൊക്കെ നടക്കും, ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കും. ഇത് വിശദീകരിക്കുന്നതിന്റെ മുമ്പ് മഹാന്മാർ അതിന് തെളിവായി പറഞ്ഞത് ചെറിയ അടയാളങ്ങളാണ്. ഒറ്റ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ഇസ്നത്താനി വസബഊന ഖസ്ല, 72 കാര്യങ്ങൾ. അതിങ്ങനെ വായിച്ചു നോക്കിയാൽ ഇനി ഏതാ നടക്കാനുള്ളത് എന്നാ നമ്മൾ ചോദിക്കുക. ഞാനൊക്കെ വായിക്കുന്നില്ല, സമയം കൊണ്ടുപോകും. 72 കാര്യങ്ങൾ. അത് നടന്നോ? അത് നടക്കുമെന്ന് നേരത്തെ പ്രവചിച്ചതാണ്. അന്ന് പലതും കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടു, അനുഭവിച്ചു. അത് തെളിവാണ്. ഇനി വരും എന്ന് പറഞ്ഞ വലിയ അടയാളങ്ങളും നടക്കും. കാരണം ഇത് നടക്കുമെന്ന് ആരാ പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളിത് പ്രവചിക്കുന്നത് സ്വഹാബത്തിന്റെ മുന്നിലാണ്. അന്ന് ഈ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ആ കൂട്ടത്തിൽ അന്ന് എണ്ണിയതിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയതിൽ 72 ഒന്ന് വശാറക്കത്തിൽ മർഅതു സൗജഹാ ഫിത്തിജാറ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കച്ചവടം ചെയ്യുക. നമ്മൾ കാണുന്നുണ്ടോ? അതില്ലാത്ത അങ്ങാടികളുണ്ടോ? 72 എണ്ണിയതാ. അതേപോലെ അതിൽ എണ്ണിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ കൂട്ടത്തിൽപ്പെട്ടതാണ് കസ്റത്തു ത്വലാഖ്, വിവാഹമോചന വർധനവ്. ഇത്ര മുമ്പുണ്ടായിരുന്നു. ഒരു ദിവസം എത്ര നടക്കുന്നത്?
ആ 72 കാര്യങ്ങളിൽ ഇങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് ഓരോന്നിങ്ങനെ വായിക്കുകയാണെങ്കിൽ 72 ഇങ്ങനെ പറയാൻ കേൾക്കാൻ നല്ല സുഖം. പക്ഷെ അത് വേറെ സമയത്ത് നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് എടുത്തു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എന്തിനാന്ന് വെച്ചാൽ ഈ 72 കാര്യങ്ങളും നടന്ന് നമ്മൾ കണ്ടു. തങ്ങൾ അന്ന് പ്രവചിക്കുമ്പോൾ സ്വഹാബത്ത് ഒരിക്കലും അത് തള്ളിയിട്ടില്ല, അവര് വിശ്വസിച്ചു. കാരണം നേർക്കുനേരെ കൺമുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വിശ്വസിച്ച് അനുഭവിച്ചവരാണ് അവർ. റോമിന്റെ വിജയം, ഇസ്ലാമിന്റെ കീഴിൽ റോം വരുമെന്ന് പറഞ്ഞപ്പോ, നമ്മുടെ ഇന്നത്തെ വത്തിക്കാൻ, പഴയ റോം, അത് വരുമെന്ന് പറഞ്ഞപ്പോ മക്കക്കാര് എന്തായി പറയുന്നത്? ഖുർആനിലൂടെ ഓതിക്കൊടുക്കാൻ അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം. അങ്ങനൊക്കെ നടക്കുവോ? റോമൊക്കെ ഇസ്ലാമിന്റെ കീഴിൽ വരും. കിസ്റയും കൈസറും ഇസ്ലാമിന്റെ കീഴിലും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിൽ താനേ അതൊക്കെ ഇസ്ലാമിന്റെ കീഴിൽ രക്തപോരാട്ടങ്ങളൊക്കെ ഉണ്ടല്ല, അല്ലാതെ തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അംഗീകരിച്ച് ഇറങ്ങി പുറപ്പെടേണ്ടി വന്നു. പേർഷ്യൻ രാജാവൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നീതി ന്യായത്തിന്റെ മുന്നിൽ തോറ്റുകൊടുത്തതാണ്. അന്നത്തെ രാജാവ് പറഞ്ഞിട്ടുണ്ട്, ഭരണം എവിടെയാണെങ്കിലും നമ്മുടെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് പോകുന്നുണ്ട്. കാരണം ആളുകൾ ശരിക്കും വിവരങ്ങൾ പഠിച്ചാൽ ചോദ്യം എവിടുന്നും വരും. അത് ആ ഭരണത്തിന്റെ കീഴിലുള്ള ആളുകളും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്നെ ഒരു രക്ഷ ഇറങ്ങിപ്പോക്കാം. ആ കിസ്റയുടെ രാജാവിന്റെ വള നിങ്ങളെ കയ്യിൽ അണിഞ്ഞാൽ എങ്ങനെയുണ്ടാകുമെന്ന് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു ചോദിച്ചു, നബിയെ, കിസ്റ ബിൻ ഹുർമുസ് അയാളെ ഭരണത്തിന്റെ അടയാളമായിട്ടുള്ള വള എന്റെ കയ്യിലോ? അതേ സുറാഖ നിങ്ങളെ കയ്യില്. കിസ്റ വിശുദ്ധ ഇസ്ലാമിന് കീഴിൽ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഐന സുറാഖത്ത് ബിൻ മാലിക്? സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എവിടെ? പണ്ട് സുറാഖത്ത് ബിൻ മാലിക്കിനോട് മക്കയിലെ ജിറാനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ എത്ര വർഷം മുമ്പാ? സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് ആ വള അണിയിക്കുന്ന സമയത്ത് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ മാത്രമല്ല, അവിടെയുള്ള 10,000-കണക്കിനപ്പുറം വരുന്ന സ്വഹാബത്ത് മുഴുവനും കൂടുതൽ 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 അവരുടെ വിശ്വാസത്തിന് കരുത്ത് വർദ്ധിക്കുകയാണ്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ ഓരോന്നും ഇങ്ങനെ പുലർന്നു കാണുകയാണ്. അവരുടെ ജീവിതത്തിൽ അന്നത്തെ കാലത്ത്, ഹയാത്ത് കാലത്ത് തന്നെ കണ്ടു, പലതും അനുഭവിച്ചു. പിന്നെ എങ്ങനെ എതിർക്കാനാണ്? തങ്ങൾ പറഞ്ഞാൽ ആ പറഞ്ഞത് അങ്ങനെ നടക്കുമെന്നത് മുസ്ലിംകൾ മാത്രമല്ല അന്ന് പറഞ്ഞിരുന്നതാണോ? അല്ല, തങ്ങളെ വിശ്വസിക്കാത്ത ആളുകളും പറഞ്ഞിരുന്നു, പറഞ്ഞത് നടക്കും. കാരണം സത്യമല്ലാതെ, ഹക്കല്ലാതെ ഒരിക്കലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയില്ല, പറഞ്ഞിട്ടില്ല. അബൂലഹബ് പോലും പറഞ്ഞില്ലേ, എന്റെ മകനെ കുറിച്ച് അങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കൂട്ടോ, എന്നെ കുറിച്ച് അങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്ന ഉറച്ച വിശ്വാസം കൊണ്ടാണ് ബദറിലേക്ക് വരെ അബൂലഹബ് പോകാതിരുന്നത്. സംഭവം സുദീർഘാണ്. മക്കയുടെ പുറത്തു പോയാൽ അബൂലഹബിന് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥ, ഒരു റിപ്പോർട്ട് അബൂലഹബിന് ലഭിച്ചപ്പോൾ ആരാ പറഞ്ഞത്? അങ്ങനൊരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞോ? ഞാൻ നടക്കും. അബൂജഹൽ വന്ന് എത്ര വിളിച്ചിട്ടും അബൂലഹബ് അനങ്ങിയില്ല. അവസാനം ഒരു പായയും ഒരു പുതപ്പും കുറച്ച് പുകയിപ്പിക്കാനുള്ള കുന്തിരിക്കും മറ്റോ കൊടുത്തയച്ചിട്ട് അബൂജഹൽ പറഞ്ഞു, അത് പുകയിപ്പിച്ച് പുരയിലവിടെ പെണ്ണുങ്ങളെയും കൂടെ സുഖിച്ച് കിടന്നോളൂ, നമ്മളൊക്കെ ഒരു നേതാവാ. പക്ഷെ എത്ര പരിഹസിച്ചിട്ടും എത്ര കളിയാക്കിയിട്ടും അബൂലഹബ് അനങ്ങിയില്ല. കാരണം അങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന ഉറപ്പാണ്. ഞാനത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയ പ്രവചനങ്ങളൊക്കെ പുലർന്നു കാണുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ വലിയ അടയാളങ്ങളുടെ ചിത്രങ്ങൾ വായിക്കുമ്പോ ഇങ്ങനെയൊക്കെ നടക്കുവോ എന്നൊരാശങ്കക്ക് ഒരു പ്രസക്തിയുമില്ല. അങ്ങനെ ഒരു സന്ദേഹത്തിന് യാതൊരു പ്രസക്തിയുമില്ല, ഒരു പ്രാധാന്യവുമില്ല.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന്റെ ചിത്രം മാത്രമല്ല വരച്ചു കാണിച്ചു കൊടുത്തത്. തങ്ങൾ ഏറ്റവും കൂടുതൽ വരച്ചു കാണിച്ചു കൊടുത്തത് പാരത്രിക ലോകത്തിന്റെ ചിത്രമാണ്. കാരണം ഇവിടത്തെ ചിത്രം അത്രത്തോളം ഇല്ലല്ലോ. ഇത് നൈമിഷികമായ ലോകല്ലേ, മറ്റേത് നശിക്കാത്ത അനന്തമായ ലോകമാണ്. അവിടുത്തെ ചിത്രങ്ങൾ, അവിടുത്തെ വിഷയങ്ങൾ വിശദമായി വിശദീകരിച്ചു കൊടുത്തു. എല്ലാം വിശദമായി വിശദീകരിച്ചു കൊടുത്തു. മറ്റു അമ്പിയാക്കൾ പറയാത്ത വിഷയങ്ങൾ പോലും ലോകത്ത് വിശദമാക്കി പഠിപ്പിച്ചത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വരുന്ന ആളുകളിൽ പ്രവചനങ്ങൾ പറയുമ്പോൾ നമുക്ക് ഹദീസ് പറയാം. ഇരിക്കട്ടെ, ഇമാം മഹ്ദി റളിയല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആരാണ് എന്ന വിഷയമാണ്. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഒളിവിലാണ്, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വെളിവാകാണ്. അല്ലേ അല്ല, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ജനിക്കണം. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു എന്റെ പരമ്പരയിൽ വരുന്ന ആളാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മഹ്ദിയ്യു മിൻ ഇത്രതി മിൻ വലദി ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്താനങ്ങളിൽപ്പെട്ട മഹാനാണ്. അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ പറ്റി. ഹുവ റജുലുൻ മിൻ ഇത്രതി യുഖാതിലു അലാ സുന്നതി. എന്റെ മാതൃകയിൽ തന്നെ പോരാടും. കമാ ഖാതൽതു അന അലൽ വഹി. വഹി അനുസരിച്ച് ഞാൻ ശത്രുക്കളോട് പോരാടിയതുപോലെ, അധർമ്മം ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കിയതുപോലെ, അതേ മാതൃകയിൽ എന്റെ പേരക്കുട്ടിയായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പോരാടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വിശേഷണങ്ങൾ വിശേഷിപ്പിച്ചു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞിടത്ത് ഹദീസുകളിൽ കാണാം. മഹാനവറുകളെ പറ്റി പറഞ്ഞപ്പോ ലയബഅസന്നല്ലാഹു മിൻ ഇത്രതി റജുലൻ, എന്റെ പരമ്പരയിൽ അല്ലാഹു തആല ഒരു മഹാനെ നിയോഗിക്കും. അഫ്റഖസ്സനായ മുൻപല്ലുകൾ നല്ലവണ്ണം പ്രകാശിക്കുന്ന, അജിലൽ ജബ്ഹതി നെറ്റി വളരെ വ്യക്തമായി വിശാലമായ നെറ്റിത്തടമുള്ള ഒരു മഹാനെ അല്ലാഹു തആല അയക്കും. യംലഉൽ അർള അദ്ല, ഭൂമി മുഴുവനും നീതിയാൽ നിറക്കും. ഭൂമി മുഴുക്കയും നീതിയാൽ നിറക്കും എന്ന് ഇമാം മഹ്ദി റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, ഭൂമി മുഴുക്കയെന്ന് പറഞ്ഞാൽ ഭൂമി അടക്കി ഭരിക്കുന്ന ഒരാളാണ്. ഭൂമി അടക്കി ഭരിച്ചവർ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. 4 ആളുകൾ, 2 ആള് മുഅ്മിൻ, 2 ആള് കാഫിർ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കൽ അർള അർബഅ, 4 ആളുകൾ ഭൂമി മൊത്തം ഭരിച്ചു. മുഅ്മിനാനി വ കാഫിറാനി, 2 വിശ്വാസികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ദുൽഖർനൈൻ, മറ്റൊന്ന് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. അവർക്ക് അല്ലാഹു തആല ആ ഒരു രാജാധികാരത്തിന്റെ പവർ നൽകിയിരുന്നു. ദുൽഖർനൈൻ ചക്രവർത്തി ആ ഹിജാസിന്റെ പ്രവിശ്യകളിലോ അല്ലെങ്കിൽ അറേബ്യൻ നാടുകളിലോ മാത്രമല്ല, ലോകം മടക്കി ഭരിച്ചവരിൽപ്പെട്ടവരാണ്. 2 ആള് സത്യനിഷേധികൾ എന്ന് പറഞ്ഞത് ഒന്ന് നുമ്രൂദ്, മറ്റൊന്ന് ബുഖ്ത് നസ്ർ. എന്നിട്ട് ആ ഹദീസിന്റെ അവസാനം പറഞ്ഞു, വസയുംലികുഹാ ഖാമിസുൻ, എന്റെ കുടുംബത്തിൽപ്പെട്ട ആള് പിറന്നു വരണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ എന്റെ കുടുംബത്തിൽപ്പെട്ട ആള് എന്ന വിഷയം പറഞ്ഞിടത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തങ്ങളുടെ വഫാത്തിനോടനുബന്ധിച്ച നേരത്തെ ചാരത്ത് നിന്ന് കരയുമ്പോ ഫാത്തിമ ബീവി ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, എന്തിന് നിങ്ങൾ വിഷമിക്കണം, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ വിലയിരുത്തണം. നിങ്ങളുടെ സന്താനങ്ങളിൽ വരുന്ന അൽ മഹ്ദിയു മിൻ വലദിക്കി, നിങ്ങളെ മക്കളിൽ വരുന്ന മഹ്ദി ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന മോനാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആ പുത്രൻ ഭൂമിയൊന്നാകെ അടക്കി ഭരിച്ച് എല്ലാ ആളുകളിലേക്കും വലിയ സന്തോഷം നൽകി, മൊത്തം അധർമ്മങ്ങളെ തുടച്ചു നീക്കി കറക്റ്റായി ഭൂമിയിൽ നീതി സ്ഥാപിക്കും.
അത് ചുരുങ്ങിയ കാലം കൊണ്ടാണ്. മിക്ക ഹദീസുകളിലും വന്ന വർഷമാണ് സബഅ സിനീൻ, 7 വർഷം. 7 വർഷം നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഭൂമി മൊത്തം ഭരിക്കുകയാണ്. അതിൽ ഓരോ ദിവസം കൊണ്ട് ഓരോ രാഷ്ട്രങ്ങൾ വൃത്തിയാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുണ്ട്, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന് ഭൂമി നന്നാക്കാൻ, ലോകം നന്നാക്കാൻ ഒരു രാത്രി മതി. ഖിയാമത്ത് നാൾ അവസാനിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ രാത്രി കിട്ടിയാൽ തന്നെ മതി, മൊത്തം നന്നാക്കും. അതിനുള്ള കഴിവും മികവും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അബൂ വാഇൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, എന്റെ ഈ മകൻ നേതാവാണ്, സയ്യിദാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ പേരാണ്. ആ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ലോകത്ത് വലിയ 2 കക്ഷികൾക്കിടയിൽ അല്ലാഹു തആല സമാധാനവും ഐക്യവും ഉണ്ടാക്കുന്ന ഹദീസിൽ പറഞ്ഞു. അത് പിന്നീട് പുലരുകയും ചെയ്തു. തങ്ങൾ പറഞ്ഞ വാക്കാണ്, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ ലഅല്ലല്ലാഹു യുസ്ലിഹു ബിഹി ബൈന ഫിയതൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ. മുസ്ലിംകളിൽപ്പെട്ട 2 കക്ഷികൾ, അവർക്കിടയിൽ അല്ലാഹു തആല വലിയ മസ്ലഹത്ത് ഉണ്ടാക്കും. അതിലൊന്ന് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്തു നിന്ന ആളുകളായിരുന്നു. മറ്റൊന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്തു നിന്ന ആളുകൾ. ഹസൻ റളിയല്ലാഹു അൻഹു സ്വീകരിക്കണം, ബയ്യത്ത് ചെയ്യണം എന്ന അർത്ഥത്തിൽ കുറെ ആളുകൾ അങ്ങനെ ഹസൻ റളിയല്ലാഹുവിന്റെ പക്ഷം ചേർന്ന് മാത്രം വാദിക്കുമ്പോ മഹാനവറുകൾ അവിടെ ഐക്യം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും മുആവിയ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നു, നിങ്ങളെല്ലാവരും അങ്ങോട്ട് അംഗീകരിക്കണം. അതുകൊണ്ട് വലിയൊരു ഐക്യം, ഒരു ഇണക്കം രൂപപ്പെട്ടു വന്നു. അതിന് നേതൃത്വം നൽകിയത് ഹസൻ റളിയല്ലാഹു അൻഹുവാണ്. ആ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കിയിട്ട് പറയാണ്, സയഖ്റുജു മിൻ സുൽബിഹി, ഈ കുട്ടിയുടെ സന്താന പരമ്പരയിൽ നിന്ന്, മുതുകിൽ നിന്ന് വരും, റജുലുൻ, ഒരു നല്ല യുവാവ് വരും, ബിസ്മി നബിയിക്കും, നിങ്ങളെ നബിയുടെ അതേ പേരിൽ. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ആ പേരിൽ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ പേര് മാത്രമല്ല, എന്റെ ഉപ്പാന്റെ പേരായിരിക്കും ആ അവസാനം വരുന്ന മഹ്ദി ഇമാമിന്റെ ഉപ്പാന്റെ പേര്. പിറന്നവരാണ് സന്താന പരമ്പരയിൽ എന്ന് പറഞ്ഞാൽ മഹ്ദി ഇമാമിന്റെ പേര് മുഹമ്മദ് എന്ന്, ഉപ്പാന്റെ പേര് അബ്ദുള്ള എന്ന്. സന്താന പരമ്പരയിൽ അവസാനം സാദാത്തുക്കളൊക്കെ ഇങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ ഒരു കുട്ടി വരും, അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വരും, വന്നിട്ട് ഇവിടെ നാട് ഭരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത് വലിയ സന്തോഷമാണ്, അവർക്ക് ഈ വിഷയത്തിൽ വലിയ സംതൃപ്തിയാണ്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു നേരത്തെ ജനിച്ച് ഒളിവിലും മറവിലും നിൽക്കുകയല്ല. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ജനിച്ചു വരും, വന്നിട്ട് ഇവിടെ ഭരണം നടത്തും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി അവിടുത്തെ രൂപരേഖ എങ്ങനെയാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ മോഡൽ എന്ന് വിശദീകരിച്ച് വിശേഷണങ്ങൾ പറഞ്ഞതിൽ ഒരു ഹദീസിൽ കാണാം, ധാരാളം മഹാന്മാർ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്ഹലുൽ ഐനൈൻ, നല്ല സൗന്ദര്യമുള്ള മഹാനാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. 2 കണ്ണും എപ്പോഴും സുറുമയിട്ട കണ്ണായിരിക്കും, കാണാൻ നല്ല സൗന്ദര്യമാണ്. ഫീ ഖദ്ദിഹിൽ ഐമനി ഖാലുൻ, വലത്തെ കവിളിൽ ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു കറുത്ത പുള്ളിയുണ്ട്. ചില ഹദീസുകളിലൊക്കെ ഒരു പ്രകാശിക്കുന്ന മുഖത്ത് കറുത്ത പുള്ളി കുത്തിയാൽ എങ്ങനെയുണ്ടാകും? നല്ലൊരു വെളുപ്പിൽ ഒരു കറുത്ത പുള്ളി, ആ ഒരു സൗന്ദര്യമുണ്ട് മുഖത്ത്. നല്ല നിറഞ്ഞ താടിയാണ്. മൂക്ക് നല്ല വിശാലതയുള്ള അല്പം നീളമുള്ള മൂക്കാണ്. ചുമരിൽ മഹാനവറുകളുടെ തോളുഭാഗത്ത് ഒരു ചെറിയ അടയാളമുണ്ട്, ഒരു കലയുണ്ട്. അതൊക്കെ ഓരോരുത്തർക്ക് മനസ്സിലാക്കാനുള്ള കലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഭാവത്തിൽ ഏറെ സാമ്യതയുള്ള പേരക്കുട്ടിയാണ്. സൃഷ്ടിപ്പിൽ സാദൃശ്യതയില്ലെങ്കിലും സ്വഭാവത്തിൽ തങ്ങൾ അതേ സ്വഭാവമാണ്. എന്നിട്ട് പറഞ്ഞു,
മഹാനവറുകൾ എപ്പോഴും കണ്ടാൽ അവിടുത്തെ മുടിയും അവിടുത്തെ താടിരോമങ്ങളൊക്കെ കണ്ടാൽ വലിയ സന്തോഷമാണ്, എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്നതാണ്. ഇമാം മഹദി റളിയല്ലാഹുവിനെ കാണുമ്പോഴേക്ക് തന്നെ വലിയ സന്തോഷമുണ്ടാകും. ഇത് പറഞ്ഞിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എപ്പോഴാണ് അവിടുത്തെ വരവ് നടക്കുന്നത്? ഞാൻ ചുരുക്കി പറയുന്നത്, ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ആ വരവ് നടക്കുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞ ഹദീസിൽ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന്റെ മുമ്പ് ലോകത്ത് ചില വിഷയങ്ങളൊക്കെ നടക്കാനുണ്ട്. ആ വിഷയങ്ങളൊക്കെ പരിസമാപ്തി കുറിച്ച് മഹാനവറുകൾ വരും. അതിലാദ്യം നടക്കുന്ന ഒന്ന് മഹാന്മാർ എണ്ണി പറഞ്ഞു. വരുന്നതിന്റെ മുമ്പും വന്ന ഉടനെയുമായി നടക്കുന്ന ചില സംഭവങ്ങളിൽ ഒന്നാണ് യൂഫ്രട്ടീസ് നദിയിൽ പൊന്തി വരുന്ന സ്വർണമലക്ക് വേണ്ടിയുള്ള സംഘടന. അങ്ങനെ ഒരു മല പൊന്താനുണ്ട് എന്ന് ഹദീസിലുണ്ട്. ഒരു സ്വർണമല വെളിവാകും. അതിനുവേണ്ടി എല്ലാവരും വാദിക്കും, തർക്കിക്കും, വലിയ സംഘടനകൾ നടക്കും, അപ്പുറവും ഇപ്പുറവും ഏറ്റുമുട്ടൽ നടക്കും. ആർക്കും ഇത് കിട്ടൂല. ദുന്യാവിന്റെ പിന്നാലെ ആളുകൾ ഇങ്ങനെ പോയിട്ട് വല്ലാത്ത ദാഹത്തോടെ പോയി ഓരോരുത്തരും വാദിക്കും. ഓരോ രാഷ്ട്രീയക്കാർ പറയും ഞങ്ങളുടേതാണ്. അപ്പൊ പിന്നെ ആ യൂഫ്രട്ടീസിനും ടൈഗ്രീസിനും ഒക്കെ വലിയ വിലയായിരിക്കും ലോകത്ത്. ഇന്നിപ്പോ കാണുമ്പോൾ ആൾക്കാർക്കൊന്നും പ്രശ്നമല്ല, അന്നതിന് വലിയ വിലയായിരിക്കും. ചിലര് അതിർത്തികളൊക്കെ അന്ന് പ്രശ്നങ്ങളൊക്കെ ആയി പറയും, ആളുകൾ പോകും. അതിങ്ങനെ പ്രത്യക്ഷപ്പെട്ട് അതിനുവേണ്ടി ആളുകൾ സംഘടനകൾ നടത്തി ആർക്കും അത് ലഭിക്കാത്ത രൂപത്തിൽ പോകുമ്പോ ഒരിക്കലും മുമ്പൊന്നും നടന്നിട്ടില്ലാത്ത വിധം കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് അത് വിശദീകരിച്ച ഹദീസിൽ അവസാനം പറയുന്നു, പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ വേറൊരു അടയാളാണ്. പൗരസ്ത്യ ഭാഗത്ത് നിന്ന് കറുത്ത പതാകകൾ വഹിച്ച് പതിനായിരക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ സമരമുഖത്ത് മുന്നോട്ട് നീങ്ങും. അതും ലാസ്റ്റ് ഒരു സംഘടനത്തിലെത്തും. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരും. അങ്ങനെ വന്നു എന്ന് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ ബാക്കി എങ്ങനെയാണ്? വന്നു എന്ന് എവിടെയെങ്കിലും കേട്ടാൽ നടക്കാൻ കഴിയൂല, നിരങ്ങിയിട്ടാണെങ്കിലും നിങ്ങൾ മഹാനവറുകളെ സമീപത്തെത്തണം. കാരണം അള്ളാഹുവിന്റെ ഖലീഫയായിട്ട് അള്ളാഹു തആല നിയോഗിച്ച മഹാനാണ്. ഈ നിധിശേഖരം എന്ന് പറഞ്ഞതിനെ പറ്റി ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹാന്മാർ വേറെയും ഖുർആൻ ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ഹദീസിൽ പറയുന്ന യൂഫ്രട്ടീസ് നദിയിൽ വെളിവാകാൻ വേണ്ടി പോകുന്ന കാത്തിരിക്കുന്ന അടയാളമായി പറഞ്ഞ ആ നിധിശേഖരത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത്. മറ്റൊരു അടയാളം പറഞ്ഞു, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിനോടനുബന്ധിച്ച് സംഘടനകൾ ഇങ്ങനെ കൂടും. എല്ലാ ഭാഗങ്ങളിലും നിറയെ സംഘടനകളായിരിക്കും. ആ സംഘടനകളൊക്കെ ഘട്ടം ഘട്ടമായി മഹാനവറുകൾ അവസാനിപ്പിക്കും. മക്കയിലും മദീനയിലൊക്കെ സംഘടനത്തിന്റെ ആ അടയാളങ്ങൾ ഇങ്ങനെ അലയലുകൾ ഇങ്ങനെ വരും. ധാരാളം ആളുകൾ നിഷ്കരണം വധിക്കപ്പെടും. എല്ലാവരുടെയും ലക്ഷ്യം ഭരണം പിടിക്കലാണ്. അതിന് സുഫിയാനി എന്ന് പറയുന്ന ഒരാളുടെ പേര് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അടക്കം വലിയ സംഘടന നടത്തുന്ന ആളുകളിലെ നേതാവായിട്ട് പറഞ്ഞ ഒരാളാണ് സുഫിയാനി. ഡമസ്കസിലെ പള്ളികൾ, ഒരുപാട് പള്ളികൾ തകർക്കപ്പെട്ട് അവിടെയുള്ള ആളുകളൊക്കെ ആട്ടിയോടിക്കപ്പെട്ട് നമ്മൾ ഇന്ന് കാണുന്ന ഏകദേശം ഒരു ചിത്രത്തിന്റെ രൂപത്തിലേക്ക് ഇങ്ങനെ വരികയാണ്. എന്താണ് ഇന്നത്തെ ഡമസ്കസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ സിറിയ? എന്താണ് അവിടുത്തെ അവസ്ഥ? എത്രയാണ് അവിടെ അനാഥ കുട്ടികൾ, എത്രയാണ് താമസിക്കാൻ വീടില്ലാതെ കഴിയുന്ന അഭയാർത്ഥികൾ? 1000 10,000 ഒന്നുമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ. ആ ഒരു അവസ്ഥയിലേക്ക് സംഘടനകൾ ഇനിയും ഇനിയും കൂടി വരും പല ഭാഗങ്ങളിലായിട്ട്. അങ്ങനെ ഒന്നിലേക്കും പോകാത്ത അഹ്ലു ബൈത്തിൽപ്പെട്ട വിശുദ്ധരായ വ്യക്തിത്വങ്ങളെ നഫ്സു സക്കിയ എന്ന് പറയുന്ന ഒരു മഹാനെ കുറിച്ച് പറയുന്നുണ്ട്. നഫ്സു സക്കിയ എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്തിലെ അന്നത്തെ ഒരു ഏറ്റവും ബഹുമാനമുള്ള ഒരു മഹാനാണ്.
അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു അംഗം. ആ അംഗത്തെ കൊല്ലപ്പെടുന്നത് വരെ മഹ്ദി ഇമാം പുറത്തേക്ക് വെളിവാകൂല. മഹ്ദി ഇമാം ജനിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്, യുവത്വത്തിലുണ്ട്. പക്ഷെ അല്ലാഹു തആലാന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി സമയം കാത്തിരിക്കും. അങ്ങനെ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആകാശത്തിലും ഭൂമിയിലുമുള്ളവർ എല്ലാ മഹാന്മാരും മലക്കുകളും ഈ ക്രൂരകൃത്യം ചെയ്ത ആളുകളോട് കോപിക്കുകയും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ജനങ്ങൾ പലായനം ചെയ്യും. മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളംബരപ്പെടുത്തും, ഞാനാണ് മഹ്ദി ഇമാം എന്ന് പറഞ്ഞു. കാരണം ഈ സംഭവം അഹ്ലു ബൈത്തിൽപ്പെട്ട ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഒരു അംഗത്തെ നിഷ്കരണം വധിക്കുമ്പോ ഇനിയും ലോകത്ത് നടക്കുന്നത് ഈ രൂപത്തിലാകുമല്ലോ. ലോകത്തിന് വലിയ സമാധാനം നൽകണം, അക്രമം അതിരുവിട്ടുപോയി, നീതി ഇവിടെ സ്ഥാപിക്കണം, സമാധാനം സ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തിൽ ജനങ്ങളെ വിളിക്കും. ജനങ്ങൾ മുഴുവനും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുന്നത് ഹദീസിൽ പറഞ്ഞത് കാണാം. ഫസഫൂഹു കമാ തുസഫുൽ അറൂസു ഇലാ സൗജിഹാ ലൈലത ഉർസിഹാ. കല്യാണ രാവിൽ പുതിയാപ്പിളെ തന്റെ വധുവിലേക്ക് ആനയിക്കും പോലെ കൂട്ടം കൂട്ടമായി ആളുകൾ വന്ന് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ ആനയിച്ചു കൊണ്ടുപോയി. പിന്നെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ അടിയുറച്ചു നിൽക്കും ജനങ്ങൾ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നല്ല സുഖസമ്പൂർണമായ ജീവിതമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇത് പഠിപ്പിച്ച ഹദീസിൽ, വിശദമായ ഹദീസിൽ കാണാം, ഓരോ ഖലീഫമാരിങ്ങനെ മരിക്കുന്ന സമയത്ത് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അടുത്തൊരാള് ചുമതലയേൽക്കുമ്പോൾ അങ്ങനെ വരും. ആ അഭിപ്രായ ഭിന്നതകൾ ഏറ്റവും രൂക്ഷമായ കാലഘട്ടമാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്ന കാലഘട്ടം. ഹദീസിൽ കാണാം, അന്നൊരാൾ രംഗപ്രവേശനം ചെയ്യും. യുഖാലു ലഹു സുഫിയാനി. അയാൾക്ക് സുഫിയാനി എന്നാണ് എല്ലാവരും വിളിക്കുന്ന പേര്. സുഫിയാനി എന്ന് വിളിക്കുന്ന പേര് ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അടക്കം ധാരാളം മഹാന്മാരെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാളെ പണി എന്താന്ന് വെച്ചാൽ, അയാളെ പിന്തുടരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽബ് ഗോത്രക്കാരാണ്. നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ, കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിന്റെ എണ്ണം കണക്കനുസരിച്ച് അള്ളാഹു പുറത്തു കൊടുക്കുന്നൊക്കെ ഹദീസ്. അപ്പോ അവര് അത്രത്തോനെ വേണം, അല്ലാതെ ആട് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, വലിയ ഗോത്രാണ്. ഈ ഗോത്രക്കാരാണ് ഹദീസിലുണ്ട്. ഈ സുഫിയാനിന്റെ പിന്നാലെ കൂടുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവരാണ്. ഇവർ വന്ന് കൊലപാതകങ്ങൾ നടത്തും. അങ്ങനെ സ്ത്രീകളുടെ, ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് നോക്കിയിട്ട് അവർ കത്തിവെക്കും. വല്ലാത്ത ക്രൂരത. യഖ്തുലു സിബിയാൻ, കുട്ടികളെ കൊന്നുകളയും. ഇത് സഹിക്കാൻ കഴിയാതെ ആളുകൾ പല ഭാഗത്തേക്കും പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അതിനൊരു അവസാനം കുറിച്ചുകൊണ്ട് യഖ്റുജു റജുലുൻ മിൻ അഹ്ലി ബൈത്തി, എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു മഹാവ്യക്തി രംഗപ്രവേശനം ചെയ്യും. ഫിൽ ഹർറത്തി, മദീനയുടെ, മദീന മുനവ്വറയുടെ ഒരു ഭാഗത്ത്, മദീനയുടെ ഒരു പ്രദേശമാണ് ഹർറ എന്ന് പറയുന്നത്, ചെരൽക്കല്ല് നിറഞ്ഞൊരു പ്രദേശം. ഇങ്ങനെ ഒരാൾ രംഗപ്രവേശനം ചെയ്തു എന്നുള്ള വിവരം ഈ സുഫിയാനിക്ക് എത്തുമ്പോ സുഫിയാനി ഒന്ന് വറക്കും. അങ്ങനെ ഒരാളുണ്ടോ, അയാളെ വകവരുത്തണം. അതിന് വീണ്ടും സംഘശക്തി സംഭരിച്ചുകൊണ്ട് വകവരുത്തണം എന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെ മദീനയിലേക്ക് ഒരു സൈന്യവുമായിട്ട് സുഫിയാനി വരും. ചില റിപ്പോർട്ടുകൾ മദീനയിലേക്ക് ഒരു സൈന്യത്തെ അയക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് അയാളെ കൽപ്പന, ബനൂ ഹാഷിം കുടുംബത്തിൽപ്പെട്ട ആരെ കണ്ടാലും കൊല്ലണം. കാരണം ആരാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു എന്ന് ജനങ്ങൾക്കൊന്നും വ്യക്തമായി തിരിച്ചറിയുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. ആ രൂപത്തിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ബനൂ ഹാഷിം കുടുംബത്തിൽപ്പെട്ട ആരെ കണ്ടാലും കൊല്ലണം. കൊല്ലണമെന്ന് പറഞ്ഞിടത്ത് ഹത്തൽ ഹുബാല, ഗർഭിണികളെ വരെ കൊല്ലണം.
എന്ന് പറഞ്ഞാൽ ഇനി ഇനി വരാനിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി പോലും ബാക്കി വേണ്ട എന്ന നിലക്ക് നടത്താൻ പറഞ്ഞ ക്രൂരതയാണ്. കാരണം ഇങ്ങനെ ഒരാൾ വരും എന്ന അർത്ഥത്തിൽ അവര് മനസ്സിലാക്കി. മദീനയിൽ അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോഴേ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പലരും വന്ന് അന്വേഷിക്കുമ്പോ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു അവരിലേക്കൊന്നും വെളിവാകാതെ ഓരോ ഭാഗത്തേക്ക് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് ഒഴിവായി മറ്റൊരു ഭാഗത്തേക്ക് മാറി താമസിക്കുന്ന ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പിന്നെ ജനങ്ങളെ വിളിച്ചുകൂട്ടുന്ന ദിവസം ആശൂറയുടെ അന്നാണ്. ചില റിപ്പോർട്ടുകൾ കാണാം അതിന്റെ തൊട്ടു മുമ്പുള്ള റമദാനിൽ ലോകത്തിതുവരെ നടന്നിട്ടില്ലാത്ത വിധം 2 ഗ്രഹണങ്ങൾ നടക്കാനുണ്ട്. പകല് സമയത്ത് സൂര്യഗ്രഹണവും രാത്രി സമയത്ത് ചന്ദ്രഗ്രഹണവും മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധം ഒരേ മാസത്തിൽ നടക്കാനുണ്ട്. അങ്ങനെയും അടയാളങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോഴേക്ക് ആളുകൾ ഏകദേശം ഉറപ്പിക്കും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു രംഗപ്രവേശനം ചെയ്യേണ്ട സന്ദർഭമായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. ഒരു മുഹറം 10 അന്ന് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ജനങ്ങളിലേക്ക് വെളിവാകും. മദീനയിലേക്ക് ആളെ വിട്ട് സുഫിയാനിയെ പറ്റി അന്വേഷിക്കുമ്പോ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു അവിടുന്ന് പതുക്കെ മക്കയിലേക്ക് പുറപ്പെടും. അപ്പൊ മക്കയിൽ അദ്ദേഹം നിർത്തിവെച്ച സുഫിയാനി ഒരുക്കി വെച്ച ഒരു സൈന്യമുണ്ട്. ആ സൈന്യത്തിന് വിവരം കിട്ടും മക്കയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന്. മക്കയിൽ ഇങ്ങനെ തിരയുകയാണ്, എവിടെയാണ് ആള് എന്ന്. എല്ലാ ഭാഗത്തും തിരയും, എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് എല്ലാ ഭാഗത്തും തിരയും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ഈ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള ആഗമനത്തെ സംബന്ധിച്ച് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വിശദമായ റിപ്പോർട്ടിൽ മഹാനവർകൾ പറയുന്നുണ്ട്, 1 വർഷം നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങളും സംഘട്ടനങ്ങളും നടക്കുന്നു. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാള് രംഗപ്രവേശനം ചെയ്യും. അങ്ങനെ ഒരു 2 രാത്രി ദൂരം ജനങ്ങൾക്കിടയിലൂടെ കുറെ ആളുകളുമായിട്ട് അദ്ദേഹം നടന്നു പോകും. അപ്പൊ പാശ്ചാത്യൻ ഭാഗത്തുള്ളവരൊക്കെ പറയും ചെരുപ്പ് ധരിക്കാത്ത ഒരു വിഭാഗം വന്നിട്ടുണ്ട്, അവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളും സ്വഭാവങ്ങളും ഉണ്ട്. ഇത് കേൾക്കുമ്പോ ഷാമും ഫലസ്തീനും ഒക്കെ പേടിച്ചു വിറക്കും. ഷാമിലെയും ഫലസ്തീനിലെയും നേതാക്കൾ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യും, ആരാണ് ഈ വന്നിരിക്കുന്നത്, എന്താണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ ആ വന്ന ആളുകളുടെ അവസ്ഥയും മറ്റും നോക്കുന്ന നേരത്ത് അവരൊരിക്കലും സമാധാന സന്ദേശവുമായി വന്നതല്ല. അവര് ഭരണം പിടിച്ചടക്കാൻ, അവിടെയുള്ള ആളുകളെ മുഴുവനും ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി ആ ഭരണം പിടിച്ചടക്കാൻ വേണ്ടി ഖൽബ് ഗോത്രക്കാരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു രംഗപ്രവേശനം നടന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ വലിയ സംഘട്ടനം ഫലസ്തീനിലും ഷാമിന്റെ വിവിധ ഭാഗങ്ങളിലും നടക്കും. അതിനെ തുടർന്ന് അവരോട് സഖ്യം ചേർന്ന് സുഫിയാനിയും വരും, കുറെ സംഘങ്ങളുമായിട്ട്. എന്നിട്ട് ആ സുഫിയാനി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ധാരാളം ആളുകളെ കൊല നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളെ പ്രത്യേകം ക്രൂശിക്കാനും ആക്രമിക്കാനും ധൈര്യം കാണിക്കുന്നു. ഇറാഖിന്റെ ഭാഗത്തേക്ക്, കൂഫയുടെ ഭാഗത്തേക്ക്, ബസ്രയുടെ ഭാഗത്തേക്ക് ഒക്കെ സൈന്യത്തെ അയച്ചിട്ട് പറയുന്നത് അവിടൊക്കെ നബി കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാകും, അവരൊക്കെ എന്റെ അടിമകളാണ്, എന്റെ അടുത്തേക്ക് അവരെ എത്തിക്കണം. കാരണം അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകൾ അവര് വന്നിട്ട് ഇവിടെ സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ച് ലോകം മുഴുവനും അവർക്ക് കീഴിലായി പോകുമോ എന്നൊരു പേടി കൊണ്ട് പല ഭാഗത്തുനിന്നും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനത്തെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു, എല്ലാ ഭാഗത്തേക്കും പോകണം. എന്നിട്ട് ഇസ്ലാമിലായി നല്ലോണം ഉറച്ചു നിൽക്കുന്ന ആളുകൾ അതിൽ നിന്ന് കെട്ടയിച്ച് അവരെ മുഴുവനും പിഴുതെറിയണം. പണ്ഡിതന്മാരെ കൊന്നുകളയുന്നു.
വയുഖർരിഖുൽ മസാഹിഫ്, മുസ്ഹഫുകളെ കീറിപ്പറിക്കുന്നു. യുഖർരിബുൽ മസാജിദ്, പള്ളി മുഴുവനും തകർക്കപ്പെടുന്നു. ഹലാല് ഹറാമ് ഹലാലാക്കി കൊടുക്കുന്നു. ധാരാളം സൂക്കുകളിൽ കളിക്കാനും ഉല്ലസിക്കാനുമുള്ള കേന്ദ്രങ്ങൾ, വഴിയോരങ്ങളിൽ മദ്യപിച്ചു കൂത്താടാനുള്ള അവസ്ഥകൾ, അല്ലാഹു തആല ഹറാമാക്കിയ നീചവും നികൃഷ്ടവുമായ കാര്യങ്ങൾ മുഴുവനും ഹലാലാക്കി ജനങ്ങൾക്ക് തന്റെ കയ്യിലുള്ള സ്വത്തെടുത്ത് കാണുവോളം കൂത്താടാനും. പക്ഷെ ആളുകൾ എതിർക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള നീച സ്വഭാവങ്ങളൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് നീങ്ങും. അവിടെ കാണാം അക്രമവും അനാവശ്യവും അവസാനിപ്പിക്കാത്ത ഈ മനുഷ്യൻ വയഖ്തുലു മൻ കാന ഇസ്മുഹു മുഹമ്മദൻ വഅഹ്മദ വഅലിയൻ വജഅഫറ വഹംസത വഹസനൻ വഹുസൈനൻ വഫാത്തിമ വസൈനബ വറുഖിയ വൽഇമാം കുൽസൂം ഉമ്മു കുൽസൂം വഖദീജ വആതിക. ഇങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ നാമങ്ങൾ കേൾക്കുന്ന ആളുകളെ പെട്ടെന്ന് കൊന്നുകളയും. അയാളെ പേടിന്റെ ഊക്കാണ്. അങ്ങനെ കൊന്നുകളയാൻ തീരുമാനിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം രക്ഷപ്പെടൂല. കുട്ടികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി എരിയുന്ന തീയിലേക്ക്, എണ്ണയിലേക്ക് അയാൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. രണ്ട് ചെറിയ മക്കളെ പിടിച്ച് കൊല്ലുന്ന നേരത്ത് ആ കുട്ടികൾ ചോദിച്ചു. ആ രണ്ട് കുട്ടികളുടെയും ഒരാളെ പേര് ഹസൻ എന്ന് മറ്റാളെ പേര് ഹുസൈൻ എന്ന്. ആ കുട്ടികൾ ചോദിച്ചു, ഞങ്ങളെ പിതാക്കൾ വല്ല തെറ്റും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങൾ എന്തിനാ കൊല്ലുന്നത്? പക്ഷേ ആ ചോദ്യം തീരുമ്പോഴേക്ക് വീണ്ടും നിഷ്കരുണം വധിക്കപ്പെടുകയാണ്. കുട്ടികളെ കൊല്ലപ്പെടുന്നു. കൂഫയുടെ ഭാഗത്തേക്ക് പോകുന്നു. സംഘടനകൾ ഉണ്ടാകുന്നു. ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രൂപത്തിൽ കുട്ടികളെ പലപ്പോഴും ക്രൂശിക്കുകയാണ്. കുരിശിൽ തറക്കുന്ന രൂപത്തിൽ, ഏത് മനുഷ്യനും കണ്ടാൽ സങ്കടം തോന്നുന്ന രൂപത്തിൽ, ആർക്കും ഈ പ്രവർത്തനം കണ്ടാൽ എതിർക്കാൻ തോന്നുന്ന രൂപത്തിൽ ആളുകളൊക്കെ നാശത്തിന്റെ വക്കിലെത്തുമ്പോ ഷാമിലേക്ക് പലരും പോകും, പല ഭാഗങ്ങളിലേക്ക് പോകും. ഇയാളെ എതിർക്കാനുള്ള ധൈര്യം കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഈ സുഫിയാനി ഒരു ദിവസം പുറത്തിറങ്ങുമ്പോ ഗർഭിണിയായ ഒരു സ്ത്രീയെ കാണുന്നു. ആ സ്ത്രീയുടെ വയറ്റിലേക്ക് തന്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് കുത്തുന്നു. എന്നിട്ട് ബാക്കിയുള്ള ആളുകളിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ആ പെണ്ണിനെ നടുറോട്ടിലിട്ട് വേശ്യാവൃത്തി ചെയ്യണം, അനാവശ്യം ചെയ്യണം. അങ്ങനെ പറഞ്ഞ് അവസാനം ആ പെണ്ണിന്റെയും വയററുക്കുന്നു. ആ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു 6 മാസം കഴിഞ്ഞ് ഒരു കുട്ടി പുറത്തേക്ക് വരുന്നു. ആ കുട്ടിയെ എന്ത് ചെയ്യണമെന്നറിയാതെ ആ കുട്ടിയെയും അവർ ക്രൂശിക്കുകയാണ്, ചെറിയ ചോര പൈതലിനെ. ഈ രംഗം കാണുന്ന സമയത്ത് മലക്കുകൾ മുഴുവനും വാനലോകത്ത് അള്ളാഹുവിലേക്ക് അപേക്ഷ അർപ്പിക്കും. അള്ളാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അക്രമങ്ങൾ, ചെറിയ ഒരു കുട്ടിയെ പോലും ചെറിയൊരു സ്നേഹം കാണിക്കാത്ത വിധം, ഗർഭസ്ഥ ശിശുവിനെ പോലും ആക്രമിക്കുന്ന ഈ രൂപം, ഇതിന് വല്ല പരിഹാരവും വേണം എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കൽപ്പിക്കും, നിങ്ങൾ പോയി ദിമഷ്കിലെ പള്ളികളുടെ പരിസരങ്ങളിൽ പോയി ഉറക്കെ വിളിച്ചു പറയണം, അലാ ഖദ് ജാഅകുമുൽ ഗൗസ് യാ ഉമ്മത മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ ഖദ് ജാഅകുമുൽ ഗൗസ് യാ ഉമ്മത മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിളിയാളം, ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സമൂഹമേ, നിങ്ങൾക്ക് സഹായം വന്നെത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് പരിഹാരം വന്നെത്തിയിട്ടുണ്ട്. മഹ്ദി ഇമാമുണ്ട് മക്കയുടെ ഒരു ഭാഗത്ത്, നിങ്ങൾ ആ മഹ്ദി ഇമാമിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. മഹ്ദി ഇമാമിനെ തെരഞ്ഞ് നേരത്തെ മദീനയിലെത്തിയപ്പോ മഹ്ദി ഇമാം നേരെ മക്കയിലേക്ക് വിട്ടു. അപ്പോ ആ മഹ്ദി ഇമാമിനെ പറ്റി വിശദീകരിച്ച് വർണ്ണിച്ചു കൊടുക്കുന്നു. മഹ്ദി ഇമാമിനെ അന്വേഷിക്കാൻ വേണ്ടി ജനങ്ങളൊക്കെ പോവുകയാണ്. പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസ് അലി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ കൂട്ടത്തിൽ പറയുന്നു, മഹ്ദി ഇമാം നിൽക്കുന്ന വിശുദ്ധമായ ഹറമിൽ മഹ്ദി ഇമാമിന്റെ ചുറ്റുഭാഗവും ബദരീങ്ങളുടെ എണ്ണം കണക്കാക്കി ഒരു 313 ആളുകൾ പല ഭാഗത്തുനിന്നായി ഇങ്ങനെ ഒരുമിച്ച് കൂടി.
കന്നഹും ലുയൂസുൻ ഖറജൂ മിൻ ഗാബ എന്ന് കാണാം. നല്ല അശ്വഭടന്മാർ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സിംഹത്തെ പോലെ. ഒരു 313 മഹ്ദി ഇമാമിന്റെ ചുറ്റും ഒരുമിച്ച് കൂടി. അവരെ മനസ്സോ നല്ല ഉറച്ച മനസ്സാണ്. അവരെങ്ങാനും ഒരു പർവ്വതം പിടിച്ച് നീക്കാൻ തീരുമാനിച്ചാൽ അതവർ നീക്കിയിട്ടേ നിൽക്കും. എല്ലാവരും ഒരേ വേഷം, ഒരേ വസ്ത്രം, കണ്ടാ തോന്നും ഒക്കെ ഒരു വാപ്പാന്റെ മക്കളാണ്. അതേ രൂപത്തിൽ വന്ന് നിൽക്കാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയാണ്, അവരെ ശരിക്ക് ആ വന്ന് നിൽക്കുന്ന ആളുകളെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആളുകളെ മുഴുവനും പല ഭാഗത്തു നിന്നും മക്കയിലേക്ക് ഒരുമിച്ച് കൂട്ടിയ ആളുകളാണ്. അവരെല്ലാവരും മക്കയിലെത്തി. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചറിഞ്ഞ് മഹ്ദി ഇമാമിനെ പൊതിഞ്ഞിട്ട് ചോദിക്കും, അന്തൽ മഹ്ദി, നിങ്ങളല്ലേ മഹ്ദി? ഞങ്ങൾക്ക് നേരത്തെ വാനലോകത്ത് നിന്ന് ചില അടയാളങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേ മൂക്കാണ് നിങ്ങൾക്ക്, അതേ കവിൾത്തടമാണ്, വലത്തെ കവളിൽ കാണുന്ന ആ നല്ല കറുത്ത പുള്ളിയുണ്ട്. ചിലര് വന്ന് ചുമല് ഭാഗം പരിശോധിക്കുന്ന, അവിടെയുണ്ട് അടയാളം. ഈ അടയാളങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അവര് പറയുന്നു, നിങ്ങളല്ലേ മഹ്ദി? മഹാനവറുകൾ പറയുന്നു, അന അൻസ്വാരിയുൻ, ഞാനൊരു സഹായിയാണ്. സഹായിയാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കളവൊന്നുമല്ല, അഥവാ ദീനിനെ സഹായിക്കുന്ന ആളാണെന്ന് അർത്ഥം. അതാണല്ലോ അവിടെ വേണ്ടത്. അത് വിശദീകരിച്ച മഹാന്മാരൊക്കെ പറഞ്ഞു, അൻസാരിയുൻ എന്ന വാക്ക് ജനങ്ങൾക്ക് ഏറ്റവും വലിയ സഹായത്തിനുള്ള വാക്കാണ് അവിടെ പറഞ്ഞത്. ഞാൻ സഹായിയാണ്. എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ ആളെ കാണുന്നില്ല. മക്കയിൽ നിന്ന് ആള് കുറച്ചു കഴിഞ്ഞപ്പോ കാണുന്നില്ല. അപ്പൊ പിന്നെയും ആളുകൾ അന്വേഷിച്ചപ്പോ മനസ്സിലായി ആള് വീണ്ടും മദീനയിൽ എത്തിയിട്ടുണ്ട്. എവിടെ? അന്നഹു ഖദ് ലഹിഖ ബിഖബ്രി ജദ്ദിഹി അലൈഹിസ്സലാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റത്തു ഷരീഫയുടെ ചാരത്തെത്തിയിട്ടുണ്ട്. അപ്പൊ അവരും മദീനയിലേക്ക്, ആ 313 ആൾക്കാർ മദീനയിലേക്ക് വന്നു. വിവരം കിട്ടിയപ്പോ ഇവർ മദീനയിലേക്ക് തന്നെ വന്നു എന്ന് മനസ്സിലാക്കിയപ്പോ മഹ്ദി ഇമാം വീണ്ടും മക്കയിലേക്ക് തന്നെ പോയി. അങ്ങനെ ചോദിച്ചുകൊണ്ട് തുടരെ ചോദിക്കാണ്, നിങ്ങളല്ലേ മഹ്ദി ഇമാം, നിങ്ങളല്ലേ മഹ്ദി ഇമാം? ഈ 313 ആൾക്കാർ വിടുന്നില്ല. എപ്പോഴും ഉറച്ചു തന്നെ ഉണ്ട്. പടച്ചനെ, ഈ 313 എന്താ ചുറ്റുവട്ടം കൂടി ചോദിക്കുന്നത്? ഉത്തരം കിട്ടുന്നവരെ ചോദിച്ചു.